പാലക്കാട് നിന്ന് സച്ചിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, പാലക്കാട് ഈ മലയോര മേഖലകളിൽ മഴ വലിയ നാശനഷ്ടം വിതച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം. നെല്ലിയാമ്പതിയിൽ നേരത്തെ നമ്മൾ രാവിലെ കണ്ടതാണ് പോസ്റ്റ് ലയങ്ങൾക്ക് മുകളിലേക്ക് വീഴുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ തേൻകുറിശ്ശിയിൽ വീടിന് മുകളിലേക്ക് മരം വീണ ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ജില്ലയിൽ മഴ പെയ്യുന്നുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? മനു, പാലക്കാട് ജില്ലയിൽ ശക്തമായ രീതിയിൽ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പാലക്കാട് നഗരത്തിലടക്കം ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുകയാണ്. നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ മലയോര മേഖലയിൽ വലിയൊരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. കാരണം അട്ടപ്പാടി അതുപോലെ തന്നെ നെല്ലിയാമ്പതി മേഖലകളിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നെല്ലിയാമ്പതിയിലെ പോസ്റ്റുകൾ ശക്തമായ കാറ്റിലും മഴയിലും നെല്ലിയാമ്പതിയിലെ 3 പോസ്റ്റുകൾ എസ്റ്റേറ്റിലെ ലയങ്ങൾക്ക് മുകളിൽ വീണിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല, ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല. എന്നാൽ ആ പ്രദേശത്തടക്കം വൈദ്യുത ബന്ധം ഇന്നലെ രാത്രിയോടുകൂടെ നിലച്ച ഒരു അവസ്ഥയിലായിരുന്നു. അത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ KSEBയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള കാറ്റാണ് മലയോര മേഖലകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ റോഡടക്കം ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കാരറ റോഡ്, അപ്രോച്ച് റോഡ് ശക്തമായ മഴയിൽ ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെ അത് പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തേൻകുറിശ്ശി സ്വദേശിയായിട്ടുള്ള ചന്ദ്രികയുടെ വീടിന് മുകളിലാണ് ഇവിടെ സച്ചിൻ ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത്, ഒന്ന് ശക്തമായ മഴ പെയ്യുന്നു, അതോടൊപ്പം വീശുന്ന ശക്തമായ കാറ്റ്. ഈ കാറ്റാണ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്, അല്ലേ? തീർച്ചയായും വലിയ രീതിയിലുള്ള കാറ്റ് തന്നെയാണ് ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുളം കാടുകളടക്കം വീടിന് മുകളിലേക്ക് വീണുകൊണ്ടാണ് തേൻകുറിശ്ശി ചന്ദ്രികയുടെ വീട് തകർന്നിട്ടുള്ളത്. വലിയ രീതിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടം വിതച്ചുകൊണ്ടാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മന്ത്രി MB രാജേഷും K കൃഷ്ണൻകുട്ടി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ട് നൽകിയിട്ടുണ്ട്. കൃത്യമായ ജാഗ്രതയോടുകൂടിയാണ് ജില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ജില്ലയിലെ നദീതീരങ്ങളിലും അതേപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകളടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അട്ടപ്പാടി വഴിയൊക്കെ ആളുകൾ കടന്നു പോകുന്നതാണ്. അപ്പോൾ ആ മേഖലകളിലൊക്കെ ഈ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര, അങ്ങനെയൊക്കെ പാലക്കാട് പ്രധാനപ്പെട്ട ഒരിടം കൂടിയാണ്. അങ്ങോട്ടേക്കുള്ള യാത്രകളിലൊക്കെ നിയന്ത്രണങ്ങളുണ്ടോ? മനു, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ നെല്ലിയാമ്പതിയിൽ ഒരു വിനോദസഞ്ചാരത്തിനെത്തിയ സംഘം വഴിയിൽ കുടുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കാരണം വഴിയിൽ മരം വീണതിനെ തുടർന്ന് ഈ സംഘം അവിടെ കുടുങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് മരം മുറിച്ചു മാറ്റിയതിന് ശേഷമാണ് വീണ്ടും അവർക്ക് പുറത്തേക്ക് വരാൻ വേണ്ടി സാധിച്ചത്. അത്തരത്തിൽ കൃത്യമായ ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരം വനമേഖലയോട് ചേർന്ന് അട്ടപ്പാടിയിലൊക്കെ മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചില ഭാഗങ്ങളിൽ മണ്ണിടിച്ചൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായി ഗതാഗത വകുപ്പും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് ചേർന്നുകൊണ്ട് കൃത്യമായ നിർദ്ദേശം നൽകി അതൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ അപ്പോൾ തന്നെ ആരംഭിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് ഒറ്റപ്പാലത്ത് റോഡിന് ഇരുവശത്തുമുള്ള മണ്ണ് ഇടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. അവിടെ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം റോഡ് സൈഡ് ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ നിലവിൽ വാഹനം കടത്തിവിടുന്നത്. പാലക്കാട് നിന്നും കുളപ്പുള്ളി ഷൊർണൂരിലേക്ക് പോകുന്ന ഭാഗത്താണ് മണ്ണിടിച്ചൽ ഉണ്ടായിട്ടുള്ളത്. ഒറ്റപ്പാലത്തിന് സമീപമാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചൽ ഉണ്ടായത്. ആ ഭാഗങ്ങളിൽ ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തിയതായി അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മനു, സച്ചിൻ വിവരങ്ങൾ നൽകിയത്.